Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേവിസ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. ആൻഡ് ഗൈസ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഒരു കുട്ടി ചാപ്റ്റർ അല്ലേ. നമ്മുടെ AC ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചാപ്റ്റർ. വളരെ ഈസി ആയിട്ട് വളരെ ക്വിക്ക് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്റർ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ നമ്മുടെ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. കാരണം നമുക്കിപ്പം ഇവിടെ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നത് ഉള്ളൂ. ഓക്കെ, നമ്മൾ മറ്റെന്താ പറയാ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് പറയുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ഈ ഒരു ചാപ്റ്ററിൽ NCERT എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തുടങ്ങുന്നത് ഇൻട്രൊഡക്ഷനിലാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ നല്ല ക്ലാസ് ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ശരിക്കും ഹെൽപ്ഫുൾ ആവുകയാണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് NCERT ലൈൻ ബൈ ലൈൻ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാവുന്നില്ല എന്നുള്ള സംഭവം വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആരെങ്കിലും ഒക്കെ ഇതുപോലെ എന്താ പറയുക NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. സോ അവർക്കൊക്കെ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സോ ഇൻട്രൊഡക്ഷനിൽ ഇത്രയും നേരത്തെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? യെസ്, നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് DC അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് കറണ്ട് സോഴ്സസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്, സർക്യൂട്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ നമുക്കറിയാം ഈ കറണ്ട്, അതായത് DCയിലെ കറണ്ട് ഒരിക്കലും ടൈമിനനുസരിച്ച് എന്തല്ല, ഫ്ലക്ച്വേറ്റിംഗ് അല്ല അല്ലെ. അത് എപ്പോഴും ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കും പോകുന്നത്. അത് ടൈമിനനുസരിച്ചിട്ട് മാറില്ല. പക്ഷെ നമുക്കറിയാം വോൾട്ടേജും കറണ്ടും ഒക്കെ എന്ത് ചെയ്യും, മാറി മാറി വരാം അല്ലെ. ടൈമിനനുസരിച്ച് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് മാറി മാറി വരാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സോ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ സപ്ലൈഡ് ആവുന്നത് എന്ത് ടൈപ്പാ? DC ആണോ? അല്ല. എന്താണ് ആ സംഭവമാണ് നമ്മുടെ AC വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസിലൊക്കെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്ന, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം AC വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അതൊരു സൈൻ ഫംഗ്ഷന്റെ പോലെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്, വാരി ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? ഇനി ഇതുപോലെ നമ്മൾ AC വോൾട്ടേജ് ഒരു സർക്യൂട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ട് എന്ത് ചെയ്യും? യെസ്, കറണ്ടിനങ്ങ് എന്ത് ചെയ്യും? കറണ്ടിന് അതങ്ങ് വലിച്ചെടുക്കും അല്ലെ. സോ അങ്ങനെ വലിച്ചെടുക്കുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് AC കറണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേരായ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എന്താണ്? AC വോൾട്ടേജ് സപ്ലൈ ആണ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം ഓരോ ഉപകരണങ്ങൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും അവരെടുക്കുന്നത് അല്ലെ. ഓരോ ഇലക്ട്രോണിക് ഡിവൈസിനും ഇത്ര കറണ്ട് ആവശ്യമുള്ളൂ. സോ നമുക്കൊരു കോമൺ ആയിട്ട് ഇത്ര വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അതെന്ത് ചെയ്യും? ഡിഫറെന്റ് ആയിരിക്കും കറണ്ടിനത് വലിച്ചെടുക്കുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് അങ്ങനെ വരുന്ന നമ്മുടെ വീട്ടിലും ഓഫീസിലൊക്കെ കിട്ടുന്ന ആ വോൾട്ടേജിനെയാണ് നമ്മൾ AC വോൾട്ടേജ്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അതെന്തായിരിക്കും? യെസ്, അത് ഒരു സൈൻ ഫംഗ്ഷൻ ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഒരു സൈൻ ഫംഗ്ഷന്റെ പോലെ ആയിരിക്കും അത് വാരി ചെയ്യുന്നത്. ആൻഡ് അതിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയും. ആൻഡ് ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ ഏതെങ്കിലും സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ട് വലിച്ചെടുക്കുന്ന കറണ്ട് നമ്മൾ എന്ത് പറയും? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ഈ പറയുന്ന നമ്മുടെ എന്തായിരുന്നു ഈസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ദ മെയിൻ റീസൺ യെസ് AC വോൾട്ടേജ്. DCനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് AC കൊടുക്കാനുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലോങ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. Okay, so we are preferring use of AC voltage over DC voltage is that AC voltage can be easily and effectively converted from one voltage to other by means of transformers. Okay, alle? Yes. അപ്പോൾ നമുക്കിത് ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇലക്ട്രിക്കൽ എനർജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ ഇത്രയും നേരം പഠിച്ച, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പറഞ്ഞത് DC വോൾട്ടേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ DC പവർ സപ്ലൈനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. DC സോഴ്സുകളാണ്, അതായത് കറണ്ട് ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് വാരി ചെയ്യാത്തത്, അതാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നമുക്ക് കിട്ടുന്നത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. അത് ടൈമിനനുസരിച്ചിട്ട് ഒരു സൈൻ വേവിന്റെ പോലെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. ആൻഡ് ആ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സിസ്റ്റം വലിച്ചെടുക്കുന്ന
കറണ്ട് ആണ് നമ്മൾ പറയുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഡി സിക്ക് മുകളിൽ എ സിക്ക് കൂടുതലൊരു പ്രാതിനിധ്യം വരാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് ഈസിലി ആൻഡ് എഫിഷ്യൻ്റ്ലി കൺവേർട്ടഡ് ഫ്രം വൺ വോൾട്ടേജ് ടു അതർ ബൈ യൂസിങ് ട്രാൻസ്ഫോമേഴ്സ്. ക്ലിയർ? അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. അതിനുശേഷം നമ്മൾ എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എൻ ഇൻഡക്ടർ പറയും. ആൻഡ് ദെൻ നമ്മൾ പറയും എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 3 ടോപ്പിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്ടർ, ദെൻ നമ്മൾ പറയാൻ പോകുന്നത് കപ്പാസിറ്റർ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ്, അതായത് നമ്മുടെ അടുത്ത് ഇങ്ങനെ എ സി വോൾട്ടേജ് അപ്ലൈ ടു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു 5 കാര്യം നമുക്ക് ചെയ്യേണ്ടത്. ഈ 3 കേസിലും 5 കാര്യം കോമൺ ആയിട്ട് ചെയ്യേണ്ട 5 കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നു, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവിടുത്തെ വോൾട്ടേജ് എഴുതുന്നു. മൂന്നാമത്തെ കാര്യം അവിടുത്തെ കറണ്ട് എഴുതുന്നു. നാലാമത്തെ കാര്യം നമ്മൾ വി ഐ ഗ്രാഫ് വരയ്ക്കും. ഓക്കെ, വി ടി. ഓക്കെ, അത് കറണ്ടും വോൾട്ടേജും. ഓക്കെ, നമ്മൾ ഇങ്ങനെ തന്നെ പറയും, വി ഐ ഗ്രാഫ് എന്ന് പറയാം. അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം എങ്ങനെയാണ് ഓരോ പോയിന്റിലും വോൾട്ടേജ് മാക്സിമം ആവുമ്പോൾ കറണ്ട് എന്താണ്, കറണ്ട് മാക്സിമം അല്ലെങ്കിൽ കറണ്ട് മിനിമം ആവുമ്പോൾ വോൾട്ടേജ് എന്താണ്. സോ ആ ഒരു വി ഐ ഗ്രാഫ് നമ്മൾ വരയ്ക്കും. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഫേസർ ഡയഗ്രാം എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കും. ഇപ്പം മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അറ്റ് ദി എൻഡ് നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് പവർ ഡിസിപ്പിയേഷനും നമ്മൾ കണ്ടുപിടിക്കും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ 3 കേസും, ഓക്കെ 3 കേസ് അല്ലെങ്കിൽ നമ്മൾ LCR സർക്യൂട്ടും കൂടെ കൺസിഡർ ചെയ്യും. സോ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം, എ സി വോൾട്ടേജ് അപ്ലൈ ടു റെസിസ്റ്റർ എന്ന് കേട്ടാൽ ഈ ഒരു കാര്യം. ഓക്കെ, എ സി അപ്ലൈ ടു ഇൻഡക്ടർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ. സോ ഈ ഇതായിരിക്കും നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തടാ, യെസ്, നമ്മൾ ഒരു റെസിസ്റ്ററിനെ ഒരു എ സി പവർ സപ്ലൈയിലോട്ട് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മളിവിടെ ഒരു വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇ എന്നോ വി എന്നോ എന്തെങ്കിലും നമുക്ക് വിളിക്കാം. സോ അത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യും അല്ലെ. വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആ സർക്യൂട്ട് എന്ത് ചെയ്യും, കറണ്ടിനെ വലിച്ചെടുക്കും. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ വരുന്ന വോൾട്ടേജ്, ഇപ്പം സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ വീട്ടില് നമുക്കറിയാം 230 വോൾട്ട് ആണ് നമ്മുടെ KCB പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് നമുക്ക് പറയാം അല്ലെ. 230 വോൾട്ട് എന്ന് കരുതി നമ്മൾ ഈ 230 വോൾട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സർക്യൂട്ട് അല്ലെ, അല്ലെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലക്ട്രോണിക് ഡിവൈസ്. ആ ഡിവൈസിന് എത്ര കറണ്ട് വേണോ അത്രയും കറണ്ട് ആണ് ഈ ഒരു വോൾട്ടേജ് സപ്ലൈയിൽ നിന്നും വലിച്ചെടുക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാം? യെസ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിരുന്നു. E = മാക്സിമം വോൾട്ടേജ് ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. സോ ഇവിടെ നമ്മൾ വി ആണ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, V V0 സൈൻ ഒമേഗ ടി എന്ന് പറയാം. V0 അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത പോലെ VM. ഈ VM അല്ലെങ്കിൽ V0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യെസ്, മാക്സിമം പൊട്ടൻഷ്യൽ. ഓക്കെ, മാക്സിമം വോൾട്ടേജ് എന്നാണ് ആ ഒരു VM അല്ലെങ്കിൽ V0 എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കുന്ന സെയിം സാധനമാണ്. രണ്ടും സെയിം ആണ്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതനുസരിച്ചിട്ട് നോക്കുക. NCERT-യിൽ VM എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലെ. VM is the amplitude of oscillating potential difference and omega its angular frequency. ക്ലിയർ അല്ലേ? ഒരു റെസിസ്റ്റർ ഉള്ള ഒരു സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, AC വോൾട്ടേജ് കൊടുത്തു. അവിടുത്തെ വോൾട്ടേജ്, ഓക്കെ, അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ AC വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം, VC = VM sin omega t എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം V0 sin omega t എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിൽ VM അല്ലെങ്കിൽ V0 എന്ന് പറയുന്നത് മാക്സിമം പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് അവിടുത്തെ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ട കാര്യം, അപ്പം നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു അല്ലെ. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. അടുത്ത് നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇനി ആരാടാ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടവനാണ് നമ്മുടെ കറണ്ട്. ഓക്കെ, കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ V/R ആണ് അല്ലെ. V/R ആണ്. ഇവിടെ നമുക്ക് ഓൾറെഡി വിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ആ വിയുടെ ഇക്വേഷൻ എന്താ? VM sin omega t divided by R. ഓക്കെ അല്ലേ. സോ ഞാനിത് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതി VM/R sin omega t. ഓക്കെ,
ഈ Vm/R എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, നമ്മുടെ Vm/R എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒന്നുമില്ല, മാക്സിമം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതാണ് മാക്സിമം കറണ്ട്. ഓക്കെ, ഇത് ക്യാപിറ്റലോ സ്മോൾ ലെറ്ററോ ഇടാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. IM എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും I0. ഓക്കെ, ഇതിൽ ഏത് ടേം ആണെങ്കിലും യൂസ് ചെയ്യാം, ഏത് ടേം യൂസ് ചെയ്താലും തെറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ IM എന്ന് പറയുന്നതും I0 എന്ന് പറയുന്നതും ക്യാപിറ്റൽ IM എന്ന് പറയുന്നതൊക്കെ എന്ത് തന്നെയാണ്? യെസ്, നമ്മുടെ മാക്സിമം കറണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇവിടെ കിട്ടി Vm sin omega t which is equal to IR, അല്ലെങ്കിൽ നമുക്ക് പറയാം V/R is equal to I according to Ohm's law നമുക്ക് അറിയാം. സോ നമ്മൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, Vm/R കിട്ടി. Vm/R ആണ് മാക്സിമം കറണ്ട്. സോ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും? യെസ്, I which is equal to, ഇത് ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഇടാം കേട്ടോ. ദെൻ IM മാക്സിമം കറണ്ട് ഇൻറ്റു സൈൻ ഒമേഗ ടി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ അടുത്ത ഭാഗം കൂടെ കഴിഞ്ഞ് അടുത്തത് നമ്മൾ ചെയ്തു. എന്തായിരുന്നു? യെസ്, ഓക്കെ, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വരച്ചു. വിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V0 സൈൻ ഒമേഗ ടി. ഓക്കെ, അല്ലെങ്കിൽ Vm സൈൻ ഒമേഗ ടി. കറണ്ടിനെ നമ്മൾ എഴുതി IM സൈൻ ഒമേഗ ടി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ 3 ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, 3 ഭാഗങ്ങൾ നമ്മളെ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, മിസ് എനിക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തൊന്ന് പറയാം. അതിനനുസരിച്ചിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ക്ലാസ്സസ് തരുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ വിയും ഐയും കണ്ടുപിടിച്ചു. ഇനി അടുത്തത്, ഓക്കെ, യെസ്, അടുത്ത എന്താ പറയുന്നത്? സോ അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്ക് കിട്ടി എന്താണ്? മാക്സിമം കറണ്ട് ആണ് IM എന്ന് പറയുന്ന വാല്യൂ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കറണ്ടിന്റെ വാല്യൂവും കിട്ടി. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. യെസ്, ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പവർ ഡിസിപ്പേഷൻ ആണ്. അതായത് ഈ സർക്യൂട്ടിലോട്ട് നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം പവർ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു കറണ്ട് ഇങ്ങനെ സൈനസോയിഡൽ വേവ്സ് പോലെ ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് അല്ലെ? സൈൻ വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ? സോ കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോ സൈക്കിളിലും. സോ നമ്മൾ സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഇതാണ് ഒരു 1 കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഒരു 1 കംപ്ലീറ്റ് സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, ഒരു കംപ്ലീറ്റ് സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ആവറേജ് കറണ്ട് ഇസ് 0. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്കറിയാം ആവറേജ് കറണ്ട് 0 ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അത് എന്ത് ചെയ്യുന്നില്ല? യെസ്, അവിടുത്തെ പവർ കൺസ്യൂംഡ് 0 ആണെന്ന് മീൻ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ആൻഡ് അത് എന്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യെസ്, അവിടെ പവർ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പവർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് പറയാം വർക്ക് ബൈ ടൈം, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? എനർജി ബൈ ടൈം അല്ലെ? ഈ 2 ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, ജൂൾസ് ഹീറ്റിംഗ് ലോ അനുസരിച്ചിട്ട് പവർ ഇസ് ഈക്വൽ ടു I²R എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഓൾറെഡി നേരത്തെ തന്നെ നമ്മൾ ഐന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് IM സൈൻ ഒമേഗ ടി അല്ലെ? സൈൻ ഒമേഗ ടി എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? യെസ്, I² sin² ഒമേഗ ടി അല്ലെ? sin² ഒമേഗ ടി ഇൻറ്റു R എന്ന് വരും. ക്ലിയർ അല്ലേടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ആവറേജ് വാല്യൂ, പവറിന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? യെസ്, ഈ ഒരു വാല്യൂ അല്ലെ, ഈ ഒരു പവറിന്റെ ആവറേജ് വാല്യൂ എനിക്ക് കണ്ടെത്തണം. അതായത് ആവറേജ് വാല്യൂ ഓഫ് I²R ഞാൻ കണ്ടെത്തണം. സോ I² എനിക്ക് ഓൾറെഡി അറിയാം, IM² sin² ഒമേഗ ടി. ഓക്കെ, ഇൻറ്റു R. ആ R എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് ആ. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ആവറേജ് വാല്യൂ. സോ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ IMR എന്ന് പറയുന്നത് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ടേം പോലെ, ഓക്കെ, നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ആരുടെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? യെസ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് sin² ഒമേഗ ടി. ഓക്കെ, sin² ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ ആവറേജ് വാല്യൂ പഠിച്ചു വെക്കാൻ മക്കളെ, ഇറ്റ് ഇസ് 1/2. ഓക്കെ അല്ലേ? ഇറ്റ് ഇസ് 1/2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഈ ഒരു പേജിൽ പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് പവർ എന്ന് എന്താണ്? IM²R ഇൻറ്റു ആവറേജ് വാല്യൂ ഓഫ് sin² ഒമേഗ ടി. ആൻഡ് അതിന്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞ 1/2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം IMR ഇൻറ്റു 1/2.
ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഹാഫ് IM R ആണ് എന്തെന്ന് പറയുന്നത്, പവർ ആവറേജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പവർ ആവറേജ്, ഇതാണ് നമ്മുടെ ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഹാഫ് IM സ്ക്വയർ R എന്ന് കിട്ടി. ക്ലിയർ അല്ലേടാ? ഓൾ സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ പവറിനെ വേറൊരു ഇക്വേഷനിലും എഴുതാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓൾറെഡി നമുക്ക് പവറിന് അറിയാം, NCERT മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് വരാം. സോ നമുക്കറിയാലോ ഹീറ്റ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഹീറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, VIT എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ചെറിയ ടൈമിലുള്ള ഹീറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതെന്താവും, ചെറിയ ഹീറ്റ് ആവും അല്ലെ. അപ്പം VIDT എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P ആവറേജ്, പവർ ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെയാടാ, 0 to T. ഓക്കെ, 0 to T DH ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ ടൈം ടേക്കൺ. സോ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 0 to T VIDT ഡിവൈഡഡ് ബൈ T. ക്ലിയർ അല്ലേ? സോ ഞാനിവിടെ എന്ത് ചെയ്യുക, വിക്കും ഐക്കും എനിക്ക് ഇക്വേഷൻസ് അറിയാം. സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ 0 to T VM സൈൻ ഒമേഗ ടി ഇൻറ്റു IM സൈൻ ഒമേഗ ടി ഇൻറ്റു DT ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ടോട്ടൽ ടൈം ടേക്കൺ. സോ ഇവിടെ നമ്മുടെ IM ഉം VM ഉം പുറത്തേക്ക് എടുക്കാം അല്ലെ, അത് മാക്സിമം വാല്യൂസ് ആണ്. പിന്നെ ആരൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, 0 to T സൈൻ ഒമേഗ ടി സൈൻ ഒമേഗ ടി, സൈൻ സ്ക്വയർ ഒമേഗ ടി. ഓക്കെ, സൈൻ സ്ക്വയർ ഒമേഗ ടി. ഓക്കെ അല്ലേ, DT ഡിവൈഡഡ് ബൈ T. സോ ദിസ് മീൻസ് എന്താ, സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ ആണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ VM IM എന്താവും, 1/2. നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഇക്വേഷനും എന്താ പറയുക, ചെറിയൊരു മാറ്റത്തിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ, ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ, ഹാഫ് ഇൻറ്റു IM സ്ക്വയർ R. ഇവിടെ നമുക്ക് എന്താ കിട്ടിയ, VM IM ഇൻറ്റു 1/2. ക്ലിയർ ആയില്ലോടാ? ക്ലിയർ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം. കാരണം ഇനി നമ്മൾ അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമിലോട്ട് വരുവാണ്. RMS എന്ന് പറയുന്ന വാല്യൂലോട്ട് നമ്മൾ വരും. ഓക്കെ അല്ലേ, RMS വാല്യൂലോട്ട് നമ്മൾ വരും. ഓക്കെ അല്ലേ? ഡൗട്ട് ഉള്ളവരെ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനി നമ്മൾ പവർ കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു സാധനം കൂടെ ഉണ്ട്, ഗ്രാഫ്. ഓക്കെ, ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. യെസ്, I സ്ക്വയർ കഴിഞ്ഞു. പിന്നെ യെസ്, ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ RMSും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വരാം കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പവർ P is equal to VM IM into 1/2. ഇതിനെ തന്നെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. VM/√2 IM/√2 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റുണ്ടോ? ഈ 1/2 ഞാൻ എന്താ ചെയ്തത്, ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1/√2 1/√2 എന്ന് ഇട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് രണ്ടിനും കോൺട്രിബ്യൂട്ട് ചെയ്തു. സോ VM/√2 IM/√2 എന്ന് എനിക്ക് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്, നമ്മളിപ്പം പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ 230 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് പറഞ്ഞല്ലോ. നമ്മൾ വോൾട്ടേജ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് ഇത് പോകുന്നതെന്നും പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പക്ക പോസിറ്റീവ് വാല്യൂ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പക്ക നെഗറ്റീവ് വാല്യൂ അല്ലെ. അതായത് ഇവിടെ എത്ര പോസിറ്റീവ് വാല്യൂ ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവും ഇവിടെ ഉണ്ടാവും. ദാറ്റ് മീൻസ് നമ്മൾ ആവറേജ് വോൾട്ടേജ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇതിന്റെ ആവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ, ആവറേജ് വോൾട്ടേജ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും ആൻസർ, 0 വരും അല്ലെ. എത്ര പോസിറ്റീവ് വാല്യൂ ഉണ്ടോ അത്രയും നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആവറേജ് വാല്യൂ 0 വരും. പക്ഷെ നമുക്കറിയാം 0 അല്ല. അപ്പൊ നമ്മുടെ അരിതമെറ്റിക് ഓപ്പറേഷൻ അവിടെ ഫെയിൽഡ് ആണ് അല്ലെ. അരിതമെറ്റിക് ഓപ്പറേഷൻ അവിടെ ഫെയിൽഡ് ആയി. അങ്ങനെ ഫെയിൽഡ് ആവുന്ന സിറ്റുവേഷൻസിൽ, ഓക്കെ, അങ്ങനെ അരിതമെറ്റിക് ഓപ്പറേഷൻസ് ഫെയിൽഡ് ആകുന്ന സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്താണ്, RMS എന്ന് പറയുന്നത്. ഓക്കെ, RMS എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് മീൻ സ്ക്വയർ. ഓക്കെ അല്ല, റൂട്ട് മീൻ സ്ക്വയർ. ഇതിനൊന്നുമില്ല, എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം നമ്മൾ സ്ക്വയർ ചെയ്യും, അത് കഴിഞ്ഞാൽ നമ്മൾ മീൻ കണ്ടുപിടിക്കും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റൂട്ട് കണ്ടുപിടിക്കും. ദിസ് ഈസ് സിംപ്ലി RMS. ഓക്കെ അല്ലേ, ഇതാണ് RMS വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വോൾട്ടേജിന് നമുക്ക് എങ്ങനെ എഴുതാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന 230 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആവറേജ് വാല്യൂ അല്ല, ഓഫ് കോഴ്സ് അല്ലേ, കാരണം എന്താ ആവറേജ് വാല്യൂ 0 ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 230 വോൾട്ട് എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആണ്, ഒന്നുമില്ല, അത് നമ്മുടെ RMS വാല്യൂ ആണ്. അതെങ്ങനെ കണ്ടെത്തുന്നത്, അതായത് ഈ ഓരോ പോയിന്റിലും എത്രയാണ് വോൾട്ടേജ്, ഇത് V1, ഇത് V2, ഇത് V3, അങ്ങനെ ഓരോ പോയിന്റിലുള്ള വോൾട്ടേജുകൾ നമ്മൾ നോട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ, യെസ്. അങ്ങനെ N വരെ ഉണ്ട്. യെസ്. ഇനി എന്താ ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് എന്താ പറയുന്നത്, സ്ക്വയർ ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം സ്ക്വയർ ചെയ്തു. ഓക്കെ അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞുള്ള മീൻ കണ്ടുപിടിക്കാനാണ്. മീൻ എന്ന് പറഞ്ഞാൽ എന്താ, യെസ്, ഇതെല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അത്രയും.
ഓക്കെ അല്ലേ? എത്ര നമ്പർ ഉണ്ടോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? റൂട്ട് അല്ലെ, മൂന്നാമത്തെ പ്രോസസ്സാണ് റൂട്ട്. സോ ഇതാണ് നമ്മുടെ VRMS എന്ന് പറയുന്നത്. ഇതാണ് എക്സാക്ട്ലി നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന 230 വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടിൽ 230 വോൾട്ടേജ് സപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് വാല്യൂ ആണ്? യെസ്, അതാണ് നമ്മുടെ പറഞ്ഞ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ക്ലിയർ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയും അതുപോലെ നമ്മുടെ വെലോസിറ്റി അല്ല, വോൾട്ടേജും ഇത് തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ആ കണക്ഷൻ ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇപ്പം കറണ്ടിന്റെ വാല്യൂ, ഓക്കെ, കറണ്ടിന്റെ വാല്യൂ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് IM/√2 ആണ്. ഓക്കെ, IM/√2 ആണ്. അതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.70 IM, അതായത് 1/√2ന്റെ വാല്യൂ ആണ് എത്രയാണ്? 0.707 എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓൾ സെറ്റ്? യെസ്. സോ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ VM/√2 IM/√2 എന്ന് പറയുന്ന ഈ വാല്യൂ ആണ് നമ്മുടെ RMS വാല്യൂ. സോ നമുക്ക് എഴുതാം VRMS × IRMS. ഇതെന്താ? പവർ. ഓക്കെ, ആവറേജ് പവറിന് നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. എന്താണ്? VRMS × IRMS അല്ലെങ്കിൽ VM/√2 അല്ലെങ്കിൽ × IM/√2. ഓക്കെ അല്ലേ? അപ്പൊ പവറിന് നമുക്ക് കുറേ ഇക്വേഷൻസ് കിട്ടി അല്ലെ, കുറേ ഇക്വേഷൻസ് നമുക്ക് കിട്ടി. സോ അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഫസ്റ്റ് ഈ ഒരു പ്രോസസ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ തുടങ്ങിയത് ജൂൾസ് ഹീറ്റിംഗ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ I²R വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പവർ കണ്ടുപിടിച്ച് നമുക്ക് കിട്ടി 1/2 IMR എന്നുള്ള വാല്യൂ കിട്ടി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? യെസ്, നമുക്കറിയാം ഹീറ്റ് അല്ലെ, പവർ ഡിസിപ്പേഷൻ ഇൻ ദ ഫോം ഓഫ് ഹീറ്റാ. സോ ആ ഹീറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം VIT ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആവറേജ് പവർ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കിട്ടി VMIM × 1/2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ പറഞ്ഞ? യെസ്, നമ്മുടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് പറഞ്ഞത്. ടു എക്സ്പ്രസ് AC പവർ ഇൻ ദ സെയിം ഫോം as DC power, as special value of current is defined and used. It is called root mean square or effective current, and it is denoted by IRMS or I. Okay അല്ലേ? ആ IRMSന്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞ IM/√2. അതുപോലെ VRMSന്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞ VM/√2. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനിയും ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. നിങ്ങളുടെ ഫോർമുല ഷീറ്റിൽ നിങ്ങൾ ഇത് എഴുതി വെക്കണം കേട്ടോ. യെസ്. ഇനി എന്താണ് പറയുന്നത്? യെസ്, ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇപ്പം നമുക്ക് പീക്ക് വാല്യൂ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, പീക്ക് വാല്യൂ അതായത് വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, VRMS = പീക്ക് വാല്യൂ /√2 ആ. അങ്ങനെയാണെങ്കിൽ പീക്ക് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ VRMS × √2 എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഹൗസ് ഹോൾഡ് ലൈൻ വോൾട്ടേജ് 220 വോൾട്ട് ഈസ് എൻ RMS വാല്യൂ വിത്ത് പീക്ക് വോൾട്ടേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 220 അല്ലെങ്കിൽ 230 എന്ന് പറയുന്നത് എന്താണ്? RMS വാല്യൂ ആണ്, അത് ആവറേജ് വാല്യൂ അല്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കുമുള്ള പീക്ക് വോൾട്ടേജ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഈ RMS വാല്യൂ 230 അല്ലെങ്കിൽ 220 × √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പീക്ക് വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. In fact, the I or RMS current is equivalent DC current that would produce the same average power loss as alternating current. Equation can also be written as P is equal to V²/R, which is equal to IV. Okay, since V is equal to IR. അപ്പം നമ്മൾ പറഞ്ഞതിന്റെ സമ്മറികളാണ് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു സർക്യൂട്ട് ഡയഗ്രാം അല്ലെ, സർക്യൂട്ട് ഡയഗ്രാം പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു വിന്റെ വാല്യൂ എഴുതാമെന്ന് പറഞ്ഞു. സോ ദാറ്റ് നമ്മൾ എഴുതി VM sin ωt എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ ഐന്റെ വാല്യൂ പറഞ്ഞു, നമുക്ക് കിട്ടി IM sin ωt എന്ന് കിട്ടി. അതൊക്കെ ഇങ്ങനെ വന്നെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ആവറേജ് പവർ, ഓക്കെ, ആവറേജ് പവറിന്റെ ഇക്വേഷൻസ്, വെറൈറ്റി ഓഫ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു അല്ലെ. IRMS × VRMS, അല്ലെങ്കിൽ നമുക്ക് പറയാം VM/√2 × IM/√2. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു V²/R, I²R, VI. ആൻഡ് ദെൻ നമ്മൾ പഠിച്ചു IRMS = I/√2 അല്ലെങ്കിൽ IM/√2. മാക്സിമം പീക്ക് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് VM എന്താ പറയുക, നമ്മുടെ പീക്ക് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നമ്മൾ 6 എണ്ണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതിൽ നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ ചെയ്തുള്ളൂ. സർക്യൂട്ട് ഡയഗ്രാം, അതുപോലെ VI, അതുപോലെ പവർ. ഇനി നമ്മൾ ആരൊക്കെയുണ്ട്? ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആരുണ്ടടാ? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഗ്മെന്റിലാണ് കേട്ടോ, 7.3 നമ്മൾ ഫേസർ ഡയഗ്രാം എന്താണെന്നുള്ളത് പറയാം. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഗ്രാഫിന്റെ കേസിൽ, ഗ്രാഫ് അതായത് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ,
സോ ഇവിടെ വിയും ഇവിടെ ടിയും. ഓക്കെ, നമ്മൾ ആദ്യം വി ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം ഇവിടെ വി എം സൈൻ ഒമേഗ ടി. ഓക്കെ അല്ലേ? ഇവിടെ ഐ എം സൈൻ ഒമേഗ ടി. ഇതില് ഫേസ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ് അല്ലെ. ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ടി ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വി ആൻഡ് ഐന്റെ ഫേസ് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പറയും? രണ്ടിന്റെയും ഫേസ് എത്രയാ? ഒമേഗ ടി. ദാറ്റ് മീൻസ് നമ്മുടെ ഫേസ് ഡിഫറൻസിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 0 ആണ് ഫേസ് ഡിഫറൻസിന്റെ വാല്യൂ വരുന്നത്. ക്ലിയർ അല്ലേ? ഫേസ് ഡിഫറൻസിന്റെ വാല്യൂ ആണ് 0. അപ്പം വിയും ഐന്റെ ഫേസ് ഡിഫറൻസ് 0. ആരുടെ കേസിലാ? റെസിസ്റ്ററിന്റെ കേസിൽ. ഓക്കെ അല്ലെ? AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഫേസ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇപ്പോഴത്തെ കേസിൽ ഫേസ് ഡിഫറൻസ് ഇല്ല. ദാറ്റ് മീൻസ് ഇവരെല്ലാം എന്താണ്? ഇൻ ഫേസ് ആണ്. ഓക്കെ, ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അമ്മയുടെ കൂടെ എപ്പോഴും കൈ മുറുക്കെ പിടിച്ചിട്ട് പോവില്ലേ തല തിരക്കിലൊക്കെ ആണെങ്കിൽ? അതേപോലെ ഒരു അമ്മയും കൊച്ചും. നമുക്കറിയാം വിന്റെ വാല്യൂ വി ഇസ് ഈക്വൽ ടു IR ആണ് അല്ലെ, അല്ലെങ്കിൽ I is equal to V by R ആണ്. ദാറ്റ് മീൻസ് വിന്റെ വാല്യൂ എപ്പോഴും ഐനെക്കാട്ടിലും കൂടുതലായിരിക്കും അല്ലെ. യെസ്, നമ്മൾ അതായത് വിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ 1/R ടൈംസ് ആണ് I വരുന്നത്. ദാറ്റ് മീൻസ് വിന്റെ വാല്യൂ കൂടുതലായിരിക്കും when compared with I. ഓക്കെ, സോ നമ്മൾ വരയ്ക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ പറയുമ്പം അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം ആരാ? വോൾട്ടേജിന്. ഐ എന്ന് പറയുന്ന കറണ്ട് ആരായിരിക്കും? കുട്ടി. അപ്പം ഇവരെപ്പോഴും എന്തായിരിക്കും? യെസ്, കൈകോർത്ത് പിടിച്ചിട്ടായിരിക്കും പോവാ. അമ്മ ഈ വളവ് വളഞ്ഞാൽ കൊച്ചും ഈ വളവ് വളയും, ഈ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ കൊച്ചും അങ്ങനെ തന്നെ തിരിയും അല്ലെ. അപ്പം അമ്മയും കുഞ്ഞും എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ആരുടെ കേസിലാടാ? യെസ്, നമ്മുടെ AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്ററിൽ ആ ഒരൊറ്റ കേസ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. സോ നമുക്കറിയാം നമ്മൾ ഇവിടെ നമ്മുടെ മാക്സിമം വോൾട്ടേജ് മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? നെഗറ്റീവ് ഡയറക്ഷനിൽ എന്തുണ്ടായിരിക്കും? നമ്മുടെ മാക്സിമം വോൾട്ടേജ് ഉണ്ടായിരിക്കും അല്ലേ. യെസ്, ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? യെസ്, ഇവിടെ ടോട്ടൽ ടൈം നമ്മൾ എടുത്തു ക്യാപിറ്റൽ T. അങ്ങനെയാണെങ്കിൽ ഹാഫ് എത്രയാ? T/2. ഇതെത്രയാ വരിക? T/4. ഓക്കെ, ഇതെത്രയാ വരിക? 3T/4 അല്ലേ. ഇത്രയും വരെ ഈസി അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? സൈൻ ആണ് അല്ലെ, സൈൻ ഒമേഗ ടി. അപ്പൊ ഞാൻ സൈനിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പൊ എന്താ ഇവിടെ ഫസ്റ്റ് T/4 ഞാനതിങ്ങനെ മാർക്ക് ചെയ്തിടുവാണ്. മാക്സിമം വന്നു, ഇവിടെ മിനിമം വന്നു, ഇവിടെ നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമം വന്നു. സോ ഞാനിത് ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, യെസ്. ഓക്കെ, ആ പീക്ക് വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ പോയിന്റ് വരച്ചത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താടാ? യെസ്, ഇനി നമ്മൾ കറണ്ടിനെ വരയ്ക്കണം. അപ്പം ഞാൻ അഗെയിൻ ഈ പീക്ക് വാല്യൂസ് ഒക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുവാണേ, കാരണം വരയ്ക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. ഓക്കെ ഓക്കെ യെസ്, അപ്പൊ ഞാൻ പീക്ക് വാല്യൂസ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തു. ഇനി ഞാൻ ഐ വരയ്ക്കാൻ പോവാം. ഐന്റെ എനിക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞു വിന്റെ 1/R ടൈംസ് ആണ് കറണ്ടിന്റെ വാല്യൂ വരുന്നത് അല്ലെ. വിന്റെ 1/R ടൈംസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോക്കി കഴിയുമ്പം വിന്റെ 1/R ടൈംസ് വരുമ്പം അത്രയും കുറവായിരിക്കും ആരെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവരെന്താ ഒരേപോലെ പോവും. അതായത് അമ്മ ഇതേ വഴി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞെന്തെയും അതേ വഴി തന്നെ ഫോളോ ചെയ്യും. പക്ഷെ അത്രയും സൈസ് ഇല്ല അല്ലെ. യെസ്, അമ്മയുടെ അത്രയും വലിപ്പമില്ലല്ലോ നമ്മള്. അപ്പം നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഇവിടെയും പീക്ക്, ഇവിടെയും പീക്ക്, ഇവിടെ മിനിമം, ഇവിടെ മിനിമം, ഇനി നെഗറ്റീവ് ഡയറക്ഷനിൽ അതുപോലെ തന്നെ, ദെൻ അഗെയിൻ മാക്സിമം. ഓക്കെ അല്ലേ? സോ വിന്റെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ ചെറുതായിരിക്കും, പക്ഷെ ഒരേപോലെ കൈ കോർത്ത് പിടിച്ചിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ അല്ലേ? ഒരേപോലെ മാക്സിമം ആകുന്നു, ഒരേപോലെ മിനിമം ആകുന്നു. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ VT ഗ്രാഫ്. അപ്പൊ നമ്മുടെ 5ാമത്തെ സെഗ്മെന്റും കഴിഞ്ഞു കേട്ടോ. ഇനി 6ാമത്തെയാണ് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഫേസർ ഡയഗ്രാം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫേസ് അല്ല, ഫേസർ ഡയഗ്രാം. സോ റെസിസ്റ്ററിന്റെ കേസിൽ വിയും വോൾട്ടേജും കറണ്ടും ഫേസ് ഡിഫറൻസ് 0 ആണ്. അവിടെ ഒരാൾ ലീഡിങ്ങോ ഒരാൾ ലാഗോ ഒന്നുമില്ല. എന്താണ്? രണ്ടുപേരും ഒരേപോലെ കൈ കോർത്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ്. എ ലൈറ്റ് ബൾബ് is rated at 100 watt for 220 volt supply. Find the resistance of the bulb, the peak voltage of the source and the RMS current. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ഇത് നമ്മുടെ NCERT എക്സാമ്പിൾ 7.1 ആണ്. പവറിന്റെ വാല്യൂ ഉണ്ട് 100 watt. ഓക്കെ അല്ലേ? വോൾട്ടേജ് ഉണ്ട് 220 വോൾട്ട്. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ദ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇക്വേഷൻ അറിയാലോ. യെസ്, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് P ഉണ്ട്, V ഉണ്ട് അല്ലെ. Pയും Vയും കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ ഇക്വേഷനും എന്താ? പവർ ഇസ് ഈക്വൽ ടു V²/R. അങ്ങനെയാണെങ്കിൽ R എന്താവും? V²/P. വിന്റെ വാല്യൂ എന്താ? 220 ആ. സോ 220² divided by power in the value that is 100. Okay, so 220 divided by 100 നമുക്ക് കിട്ടി 484 ohm. ഓക്കെ അല്ലേ? അടുത്തത് എന്താ? പീക്ക് വോൾട്ടേജ്. ഓക്കെ,
പീക്ക് വോൾട്ടേജ് ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ ഇവിടുത്തെ ഈ 220 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, RMS വാല്യൂ ആ അല്ലെ, നമ്മൾ ഈ വി എന്നിട്ട് വിളിക്കുന്ന എന്താണ്, RMS വാല്യൂ ആ. അത് ഇസ് ഈക്വൽ ടു എന്താ, VM/√2 അല്ലേ. ഈ VM അല്ലേ നമ്മുടെ പീക്ക് വാല്യൂ. അങ്ങനെയാണെങ്കിൽ √2 × V അല്ലെങ്കിൽ VRMS ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പീക്ക് വാല്യൂ കിട്ടും. സോ √2 × 220 ചെയ്താൽ നമുക്ക് കിട്ടി പീക്ക് വാല്യൂ. ഓക്കെ അല്ലേ, ആ വാല്യൂ ആണ് 311 വോൾട്ട് എന്ന് പറയുന്നത്. അടുത്തത് RMS കറണ്ട്, IRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ല, IRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ ഇസ് ഈക്വൽ ടു VI എന്നറിയാലോ. ഓക്കെ, പവർ ഇസ് ഈക്വൽ ടു VI. ഈ I എന്ന് പറഞ്ഞാൽ എന്താ, RMS വാല്യൂ. സോ P/V ഇസ് ഈക്വൽ ടു IRMS and P/Vന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 വാട്ട് ഡിവൈഡഡ് ബൈ 220 വോൾട്ട്. സോ നമുക്ക് കിട്ടി 0.454 ആംപിയർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ RMS വാല്യൂ, കറണ്ടിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പവറും വോൾട്ടേജും തന്നിട്ടുള്ളത്. ആ വോൾട്ടേജ് എന്ന് പറഞ്ഞ RMS വാല്യൂ ആണെന്ന് അറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പവറും വോൾട്ടേജും നമ്മൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ അറിഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തത് പീക്ക് വോൾട്ടേജ് ചോദിച്ചിട്ടുള്ളത്. പീക്ക് വോൾട്ടേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം RMS വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു പീക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള RMS വാല്യൂ ഇൻറ്റു √2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും പീക്ക് വാല്യൂ. ദെൻ RMS കറണ്ട് ത്രൂ ദ ബൾബ് ആണ് ചോദിച്ചിട്ടുള്ളത്. IRMS ഇസ് ഈക്വൽ ടു P/V എന്ന് നമ്മൾ എഴുതി. സോ അതെവിടെ നിന്ന് കിട്ടിയത്, പവറിന്റെ ഇക്വേഷൻ അഗെയിൻ അല്ലെ, PV എന്നുള്ള IV എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മുടെ ആറാമത്തെ കാര്യം, ഫേസേഴ്സ്. ഓക്കെ, ഫേസേഴ്സ് എന്ന് പറയുന്നത്, ഫേസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫേസ് അല്ല ഫേസേഴ്സ് ആണ്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ്. ഓക്കെ, അതായത് നമ്മളിപ്പം ഈ V എന്ന് പറയുന്നതിന്, ഓക്കെ, നമ്മുടെ വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതെന്താവും, യെസ് ദാ ഇതിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ അല്ലെ, റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതായത് ഇതിങ്ങനെ ഓരോ സൈക്കിള്, ഓക്കെ, ഓരോ സൈക്കിള് പോകുമ്പോഴും ഇതെന്ത് ചെയ്യും, അതൊരു റൊട്ടേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഓക്കെ അല്ലെ, ഇവിടെ നിന്ന് 0 തുടങ്ങി π/2 π ദെൻ അങ്ങനെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ, അപ്പം 0 to π/2 ഇതെന്ത് ചെയ്യും, ഇത്രയും പോർഷൻ, അതായത് ഇത്രയും ഈ വരെയുള്ള വേവ് ഉണ്ടല്ലോ, അത് π/2 വരെ ഇങ്ങനെ. ഓക്കെ അല്ലേ, അത് കഴിഞ്ഞാൽ π/2 ടു എന്താണ് അടുത്തത് നമ്മുടെ പൈ ആണ്. സോ അത് ഇങ്ങനെ പോകും. ഓക്കെ അല്ലേ, അപ്പൊ അതൊരു കൈൻഡ് ഓഫ് ഡിക്രീസ്. ഇനി എന്താ, നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് പോയി. ഓക്കെ അല്ലേ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇത് എന്താ പറയാ, മനസ്സിലാക്കുക, അതൊരു ഇമാജിനേഷനിലോട്ട് കൊണ്ടുവരാം. റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വേവ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ, സോ നമ്മൾ വിനെ ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആക്കിയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ I എന്ന് പറയുന്നത് എന്തായിരിക്കും, അഗെയിൻ ഇറ്റ് ഇസ് എ റൊട്ടേറ്റിംഗ് വെക്ടറാ. പക്ഷെ നമുക്കറിയാം അത്രയും സൈസ് ഇല്ല അല്ലേ. സോ നമുക്ക് I-നെ നമ്മൾ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്തു. ഓക്കെ അല്ലേ, കാരണം എന്തുകൊണ്ടാണ്, ഇത് റെസിസ്റ്ററുടെ കേസിലാണ് പറയുന്നത്, അവിടെ ഫേസ് ഡിഫറൻസ് 0 ആണ്. ഓക്കെ അല്ലേ, ഫേസ് ഡിഫറൻസ് 0 ആണ്. കാരണം നമുക്കറിയാം V is equal to VM sin omega t, I is equal to IM sin omega t. രണ്ടിടത്തെയും ഫേസിന്റെ വാല്യൂ എത്രയാ, ω t. ദാറ്റ് മീൻസ് ഫേസ് ഡിഫറൻസ് 0 ആണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ റൊട്ടേറ്റിംഗ് വെക്ടറിനെ ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു ആക്സിസ് വരച്ചു. ഓക്കെ, ഈ ആംഗിൾ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ω t എന്ന് പറയുന്ന ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ, ω t എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റൊട്ടേറ്റിംഗ് വെക്ടറിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളൊന്നും പഠിക്കാനില്ല, ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. റെസിസ്റ്ററുടെ കേസിൽ നമുക്കറിയാം വിയും ഐയും ഒരേപോലെ കൈ കോർത്ത് പിടിച്ചിട്ടാണ് പോകുന്നത്. കാരണം അവിടുത്തെ ഫേസ് ഡിഫറൻസിന്റെ വാല്യൂ 0 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ω t ചേഞ്ചിൽ, ഓക്കെ, ω t ഫേസ് ചേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് വിടുവാണ്. ഓക്കെ അല്ലേ, യെസ്, ആ ഫേസ് നമ്മൾ ω t മെൻഷൻ ചെയ്തു. രണ്ടും ഒരേപോലെയാണ് പോകുന്നത്. ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ ഡയറക്ഷൻ മാറും, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ഗ്യാപ്പ് വരും. ഓക്കെ അല്ലേ, സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതാണ് നമ്മൾ ആറാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ക്ലിയർ അല്ലേ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സർക്യൂട്ട് ഡയഗ്രാം വരച്ചു അല്ലെ, റെസിസ്റ്റർ, അതുപോലെ തന്നെ AC വോൾട്ടേജ്, അങ്ങനെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. പിന്നെ വിന്റെ വാല്യൂ എഴുതി, ഐന്റെ വാല്യൂ എഴുതി. അതിനുശേഷം നമ്മൾ ആവറേജ് പവറിന്റെ വാല്യൂ എഴുതി. ആൻഡ് നമ്മൾ VI ഗ്രാഫ് നമ്മൾ വരച്ചു. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ വരച്ചു. ദെൻ അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്, ഇപ്പൊ എത്രയും 4 അല്ലെ, പിന്നെ നമ്മൾ ചെയ്തത് അല്ല, ഇത് 5ാമത്തെ ആയി. ദെൻ അതിനുശേഷം നമ്മൾ ഫേസറും വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം ആ ഒരു പോർഷൻ കഴിഞ്ഞു, അതായത് റെസിസ്റ്റർ. ഇതേ സെയിം കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അടുത്ത കേസിൽ, അതായത് നമ്മുടെ ഇൻഡക്ടർ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും ഇതേ കാര്യങ്ങൾ, ഇതേ 6 കാര്യം തന്നെ നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേ, യെസ്.
അപ്പോൾ നമ്മുടെ RMS വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെല്ലാവരും ഒന്ന് നോട്ടീസ് ചെയ്യുക കേട്ടോ, ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തതാണ് AC വോൾട്ടേജ് അപ്ലൈ ടു ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, AC വോൾട്ടേജ് അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. ഓക്കെ, അപ്പം അഗെയിൻ സർക്യൂട്ട് ഡയഗ്രാം എന്താണ്? ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ സംതിങ് ലൈക്ക് എ സോളിനോയിഡ് അല്ലേ, കമ്പിച്ചുരുളാണ്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്തു? AC സപ്ലൈ നമ്മൾ കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം കഴിഞ്ഞു, സർക്യൂട്ട് ഡയഗ്രാം കഴിഞ്ഞു. രണ്ടാമത്തെ എന്താണ് വേണ്ട? വിന്റെ വാല്യൂ. മൂന്നാമത്തെ എന്താ വേണ്ട? ഐന്റെ വാല്യൂ. പിന്നെ P ആവറേജ്, പിന്നെ നമ്മുടെ VI ഗ്രാഫ്, പിന്നെ നമ്മുടെ ഫേസർ ഡയഗ്രാം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, നമ്മുടെ ഇൻഡക്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഇൻഡക്ടറിന്റെ കേസിൽ, ഓക്കെ, ഇൻഡക്ടറിന്റെ കേസിൽ നമ്മുടെ EMFന്റെ വാല്യൂ എന്താണ്? യെസ്, -LdI/dt. ഓക്കെ അല്ലെ? ഈ ഇക്വേഷൻ പഠിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇവിടെ നമുക്ക് പറയാം V is equal to -LdI/dt. അതിന് ഞാൻ ഈ മൈനസ് സൈന് ഞാനൊന്ന് ഇഗ്നോർ ചെയ്യുവാണ്. ഓക്കെ, അത് മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാം. സോ നമുക്കറിയാം, ഇവിടെ നമുക്ക് എന്താ AC വോൾട്ടേജാണ് വരുന്നത്, അതായത് ഫ്ലക്ച്വേറ്റിംഗ് ആണ് വരുന്നത് അല്ലെ. ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. AC ആണ്, സോ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അവിടെ എന്താവും? യെസ്, ഈ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആര് ഫോം ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF ഫോം ചെയ്യും. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന കറണ്ടിനെ തടയാനായിട്ട് ആര് വരും? ബാക്ക് EMF അല്ലെ, ബാക്ക് EMF വരും. ക്ലിയർ അല്ലേ? ബാക്ക് EMF വരും. സോ അതിന്റെ വാല്യൂ നമുക്കറിയാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, EMFന്റെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്കറിയാം V is equal to LdI/dt. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അതാണ് ഈ ഇക്വേഷൻ കേട്ടോ. അതായത് നമ്മുടെ V is equal to -LdI/dt അല്ലെങ്കിൽ V is equal to LdI/dt. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ V -LdI/dt which is equal to എന്ത് വരും? 0. ആ ഇക്വേഷനാണ് ഇവിടെ കാണുന്നത് കേട്ടോ, അല്ലാതെ പുതിയൊരു ഇക്വേഷനോ ഒന്നുമല്ല. സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ അവിടെ എഴുതിയ ഇക്വേഷൻ, അതിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മൈനസ് സൈൻ മാറ്റി വെച്ചത്. ദെൻ എന്താണ്? നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ? ഇനി വിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ എത്രയാ? VM sin ωt അല്ലേ. V is equal to VM sin ωt. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ I കണ്ടുപിടിക്കണമെങ്കിൽ, ഓക്കെ, ഇവിടെ എനിക്കറിയാം DI ഉണ്ട്. ഓക്കെ അല്ലെ? ഈ DIനെ മാത്രം ഇവിടെ നിർത്തി ബാക്കി എല്ലാത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? യെസ്, എനിക്ക് എന്താ പറയാ, നമ്മുടെ ഐന്റെ വാല്യൂ കിട്ടും അല്ലെ, കറണ്ടിന്റെ വാല്യൂ കിട്ടും. സോ ഇവിടെ ഞാൻ ഈ DI/dt ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പുറത്ത് എന്താ വരാടാ? DI/dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും V/L അല്ലെ. ഫസ്റ്റ് നമ്മളിവിടെ -LdI/dt വരും, ഇപ്പുറത്ത് V വരും, മൈനസ് ക്യാൻസൽ ആയി പോയി V/L എന്ന് വരും. മനസ്സിലായല്ലോ? ഈ DI/dt മാത്രം ഞാൻ ഇവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും, ഇപ്പുറത്തെ സൈഡിൽ എന്താ കിട്ടുക? V/L എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടും. ക്ലിയർ? കൺഫ്യൂഷൻ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. സിമ്പിൾ ആണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ആരെത്തിയത്? യെസ്, ഇപ്പുറത്തെ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാണ്. V is equal to LdI/dt. ഓക്കെ, ഇനി ഈ എല്ലിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവരാം. അപ്പം V/L which is equal to DI/dt. ഓക്കെ അല്ലേ? യെസ്. ഇനി വിന്റെ വാല്യൂ എനിക്കറിയാലോ. വിന്റെ വാല്യൂ എന്താണ്? വിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ VM sin ωt. സോ VM sin ωt ഡിവൈഡഡ് ബൈ L which is equal to DI/dt. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് കറണ്ടിന്റെ, അതായത് എനിക്ക് ഐന്റെ വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ അല്ല, ഐന്റെ വാല്യൂ കിട്ടും. അങ്ങനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ VMഉം അതുപോലെ ഡിവൈഡഡ് ബൈ L അതെന്താ? കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് അല്ലെ. പിന്നെ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ആരെയാ? sin ωt-നെയാണ് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. sin ωt-നെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? -cos ωt ഡിവൈഡഡ് ബൈ ഒമേഗ വരാം. ഓക്കെ, അതായത് ഇന്റഗ്രൽ sin ωt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും -cos ωt ഡിവൈഡഡ് ബൈ ഒമേഗ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്? ഇവിടെ ഞാനത് കൊടുക്കുവാണ് VM/L ഒമേഗ. ഈ ഒമേഗനെയാണ് കേട്ടോ, ഈ ഒമേഗനെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇനി എന്താ വരിക? -cos ωt. ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടുന്ന കറണ്ടിന്റെ വാല്യൂ. പക്ഷേ നമുക്കറിയാം, നമ്മൾ നേരത്തെ നമ്മുടെ റെസിസ്റ്ററിന്റെ കേസിൽ പറഞ്ഞപ്പം വിന്റെയും ഐന്റെയും വാല്യൂസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? VM sin ωt, അതുപോലെ ഐന്റെ IM sin ωt അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ സൈനിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് ആ രണ്ടും പറഞ്ഞത്. അപ്പൊ നമുക്ക് കമ്പാരിസൺ എളുപ്പമായിരുന്നു. ഇവിടെ പക്ഷെ കറണ്ടിന്റെ വന്നപ്പോഴത്തേനും കോസിന്റെ വാല്യൂ ആയി അല്ലെ. അപ്പൊ നമുക്ക് ആ വാല്യൂ മാറ്റണം, അതായത് കോസിന്റെ നമുക്ക് മാറ്റണം, സൈനിന്റെ ടേമിലോട്ട് മാറ്റണം. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? സൈനിന്റെ ടേമിലോട്ട് മാറ്റുവാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ആണ്
ഐ ഇസ് ഈക്വൽ ടു മൈനസ് വി എം ഡിവൈഡഡ് ബൈ ഒമേഗ എൽ കോസ് ഒമേഗ ടി പ്ലസ് കോൺസ്റ്റന്റ്. അതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തപ്പം കിട്ടിയത്. എനിക്കിനി എന്താ വേണ്ടത്? എനിക്ക് അതിന് സൈൻ്റെ ടേമിൽ, ഈ കോസിന്റെ ടേമിൽ എനിക്ക് വേണ്ട, എനിക്ക് സൈൻ്റെ ടേമിലാണ് വേണ്ടത്. അപ്പൊ എനിക്കൊരു റിലേഷൻ കിട്ടി, മൈനസ് കോസ് ഒമേഗ ടി വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അതായത് സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ് തീറ്റയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഈ മൈനസ് കോസ് ഒമേഗ ടി ഉണ്ടല്ലോ, അവിടെ ഞാൻ നേരെ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാ. അപ്പൊ എനിക്ക് എന്താണ് വരിക? ഐ ഇസ് ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ. പിന്നെ ഇനി എന്താ ഉള്ളൂ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടുത്തെ ഒരു കോസ് ഒമേഗ ടി ഉണ്ട്. ആ മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഇത് ഐ ആണ് അല്ലെ, വിന്റെ വാല്യൂ എന്തായിരുന്നു? വി എം സൈൻ ഒമേഗ ടി അല്ലെ. ഈ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലെ? ഇനി വി എം ബൈ ഒമേഗ എൽ, വി എം ബൈ ഒമേഗ എൽ, ഐ ഇസ് ഈക്വൽ ടു വി എം ബൈ ഒമേഗ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒമേഗ എൽ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? യെസ്, ദിസ് ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെയാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? എൽ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ എൽ എന്ന് പറയുന്ന ടേം കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എക്സ് എൽ എന്ന് പറഞ്ഞിട്ട് റിപ്രസെന്റ് ചെയ്യും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ഇറ്റ് കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ഓം തന്നെയാണ്. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? യെസ്, ഓം തന്നെയാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? ഐ എം ഇസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ ഒമേഗ എൽ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അതായത് ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് എന്താ? യെസ്, വി എം ബൈ ആർ അല്ലെ. അപ്പൊ സോ ആർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സ് എൽ ഇസ് ഈക്വൽ ടു എൽ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ എൽ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിനെയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. എക്സ് എൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ. അങ്ങനെയാണെങ്കിൽ ഐ എം വിച്ച് ഇസ് ഈക്വൽ ടു വി എം ബൈ എക്സ് എൽ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലെ? വി എം ബൈ എക്സ് എൽ. ഐ എം എന്ന് പറഞ്ഞാൽ എന്താ? പീക്ക് വാല്യൂ, കറണ്ടിന്റെ പീക്ക് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഞാനൊന്ന് മോഡിഫൈ ചെയ്തോട്ടെ. ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഓക്കെ അല്ലടാ? സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. ദെൻ നമുക്ക് ഇ എം എഫ് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അതിനുശേഷം നമുക്ക് വേണ്ടത് ആരായിരുന്നു? കറണ്ടിന്റെ വാല്യൂ ആണ് വേണ്ടത്. ആ കറണ്ടിന്റെ വാല്യൂയിലൂടെ നമ്മൾ എങ്ങനെ എത്തിയത്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച അതേ ഇക്വേഷൻ, വി ഇസ് ഈക്വൽ ടു മൈനസ് അല്ലെങ്കിൽ എൽ ഡി ഐ ഒമേഗ ടി, ഡി ഐ ഡി ടി. ഓക്കെ, സോ ഇവിടെ മൈനസ് നമ്മൾ എന്തുകൊണ്ടാണ് മാറ്റിയത്? മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു? വി ബൈ എൽ ഇസ് ഈക്വൽ ടു ഡി ഐ ബൈ ഡി ടി എന്ന് ഞാൻ എഴുതി. ഇനി എനിക്ക് ഡി ഐ ബൈ ഡി ടിനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് കറണ്ടിന്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, വി എം സൈൻ ഒമേഗ ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് കിട്ടി വി എം ഡിവൈഡഡ് ബൈ ഒമേഗ എൽ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒരു എക്സ്ട്രാ ടേം ആണ് ഒമേഗ. അതുപോലെ കോസ് ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയത്. അതിനെ നമ്മളൊരു ചെറിയ മോഡിഫിക്കേഷൻ കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ഈ ഒരു സാധനം മനസ്സിലാക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, നമുക്ക് കിട്ടി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നുള്ളൊരു ടേമും കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? സൈൻ്റെ ടേമിലോട്ട് മാറ്റി. ഇനി നോക്കളെ, നിങ്ങൾ ഈ ഐന്റെയും വിന്റെയും ടേംസ് ഒന്ന് കൺസിഡർ ചെയ്തേ. ഇവിടെ വി എം ഐ എം സൈൻ ഒമേഗ ടി, ഇവിടെ ആണെങ്കിലോടാ ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ് കേട്ടോ. ഇവിടെ ആണെങ്കിലോ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ് അല്ലെ. അതായത് എന്താണോ വാല്യൂ അവിടെ നിന്നും പൈ ബൈ 2 ലാഗ് ആണ് ആർക്കുള്ളത്? കറണ്ടിനുള്ളത്. ഓക്കെ അല്ലെ? ഐ എന്ത് ചെയ്യുന്നുണ്ട്? ഐ ലാഗ് ആണ്. അതുപോലെ വി എന്താണ്? ഒരു പൈ ബൈ 2 ലാഗ് ഉണ്ട്. വിക്ക് ആണെന്നുണ്ടെങ്കിലോ ലീഡ് ചെയ്യുവാണ് അല്ലെ. കറണ്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പൈ ബൈ 2 ലീഡ് ആണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. യെസ്, ഓക്കെ. ഇനി അടുത്തതാണ് നമ്മുടെ വി ഐ ഗ്രാഫും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫേസർ ഡയഗ്രാം. ഓക്കെ, സോ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞു ഈ വിയിലോട്ടുള്ള ആംഗിൾ ആണ് ഒമേഗ ടി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞത് എങ്ങനെയാ? രണ്ടുപേരും കൈകോർത്ത് പോകുന്നല്ലേ. അതായത് വി എന്ന് പറയുന്ന റൊട്ടേഷണൽ വെക്ടറും ഐ എന്ന് പറയുന്ന റൊട്ടേഷണൽ വെക്ടറും എന്താ? ഒരേപോലെ ഒരുമിച്ച് പോകുന്ന നമ്മൾ പറഞ്ഞത് അല്ലെ. പക്ഷേ ഈ കേസിൽ നമുക്കറിയാം ഒരു പൈ ബൈ 2 ലാഗ് ഉണ്ട്. അതായത് വി ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ എക്സാക്ട്ലി പൈ ബൈ 2 അല്ലെ. പൈ ബൈ 2 ലാഗ് ആർക്കുണ്ട്? കറണ്ടിനുണ്ട്. സോ അതാണ് നമ്മുടെ ഈ ഒരു ഫേസർ ഡയഗ്രത്തിൽ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇവിടെ നമ്മുടെ ആക്സിസ് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഒമേഗ ടി. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഫേസർ ഡയഗ്രാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വിന്റെയും ഐന്റെയും വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ വിന്റെ ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വരച്ചു.
ഓക്കെ അല്ലെ? കറണ്ടിന്റെ വരുമ്പോഴാടാ കറണ്ടിന്റെ വരുമ്പോൾ അതെന്താ, നമ്മൾ കോസ് ഫംഗ്ഷൻ അത് കിടക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു π/2 ലാഗ് ഉണ്ട്. ഓക്കെ, ഇവിടെ മാക്സിമം ആവുന്ന സമയത്ത് ഇവിടെ എന്താ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെ? അതായത് ഇവിടെ മാക്സിമം ആവുന്ന സമയത്ത് ഐന്റെ വാല്യൂ മിനിമം ആയിരിക്കും. ഓക്കെ, ഒരു π/2 ചേഞ്ച് എന്തിലുണ്ടായിരിക്കും? ഇവര് തമ്മിൽ ഉണ്ടായിരിക്കും. ആ π/2 ലീഡ് ചെയ്യുന്നത് ആരാണ്? വോൾട്ടേജ് ആണ്. ഓക്കെ അല്ലെ? ലാഗ് ചെയ്യുന്നത് ആരാണ്? കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫേസർ ഡയഗ്രവും അതുപോലെ VI ഗ്രാഫും നമ്മൾ വരച്ചു. മനസ്സിലായിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്തിട്ട് പറയാം, മിസ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് പറയാം കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഞാൻ അതിന് ഉള്ള സൊല്യൂഷൻ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അത് വീണ്ടും പറഞ്ഞു തരണമെങ്കിൽ ആ ടോപ്പിക്ക് സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. അതുപോലെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഓക്കെ, മനസ്സുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ, അതായത് ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് മറക്കരുത്. മിസ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു എന്ന് പറയാനായിട്ടൊരു സമയം നിങ്ങൾ പറ്റുവാണെങ്കിൽ കണ്ടെത്തുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ആ ഒരു നിങ്ങളുടെ റെസ്പോൺസ് അറിയുവാണെങ്കിൽ ഒരു സന്തോഷമാണ്, അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കറണ്ട് ഫേസർ ഡയഗ്രാം വരച്ചു. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ്. ഫേസർ ഡയഗ്രാം വരച്ചു, VI ഗ്രാഫ് വരച്ചു. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താ പറയുന്നത്? യെസ്, അഗെയിൻ നമ്മൾ പവറിലോട്ട് വരുവാണ് കേട്ടോ. ഓക്കെ, ആവറേജ് പവർ അല്ലേ ഇത് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ എന്ത് ചെയ്തു? IV. ഓക്കെ, അപ്പം അവിടെ IV കണ്ടുപിടിക്കുമ്പോൾ ഐന്റെ വാല്യൂ അറിയാലോ. ഐന്റെ വാല്യൂ എന്താ? IM sin omega t. വിന്റെ വാല്യൂ sin omega t minus π/2. ഓക്കെ, ഇനി വിന്റെ വാല്യൂ എന്താ? VM sin omega t. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഐൻ്റെത്, ഇത് വിൻ്റെത്. ഇനി എനിക്ക് ഈ sin omega t minus π/2 അത് നമ്മൾ എന്ത് പർപ്പസിനാ ഇട്ടത്? യെസ്, നമുക്ക് ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കമ്പാരിസണാ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കോസ് ഒമേഗ ടി അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഈ പവറിന്റെ കേസ് വരുമ്പോൾ ഞാൻ ഈ ഒരു സംഭവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് IM സൈനിന് പകരം ഞാൻ കോസ് ഒമേഗ ടി എന്ന് തന്നെ ഇടുവാണ്. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ എന്റെ ഐന്റെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറി. ഇനി എനിക്ക് എന്താ പറയുക, എന്റെ ഇക്വേഷൻ ഇങ്ങനെയായിട്ടോ, കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി. അതിന് എനിക്ക് എങ്ങനെ പറയാം? sin 2 ഒമേഗ ടി എന്ന് പറയാം. അതല്ലെങ്കിൽ ഞാനിപ്പം ആവറേജ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് കോസിന്റെയും സൈനിന്റെയും ആവറേജ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ആവറേജ് വാല്യൂ ഓഫ് കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ആവറേജ് വാല്യൂ ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്തായി പോവും? 0 ആയി പോവും. ദാറ്റ് മീൻസ് അവിടുത്തെ പവർ ഡിസിപ്പിയേഷൻ എത്രയാടാ? 0 ആണ്. ഓക്കെ, ദ ആവറേജ് ഇത് നമുക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി, കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ പറയാം? sin 2 ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാം. ഓക്കെ, ഇനി അതല്ലെങ്കിലും ഇതിന്റെ ഇൻഡിവിജ്വലി ആവറേജ് വാല്യൂ എടുത്താലും എന്ത് തന്നെയാണ്? 0 ആണ്. ഇനി sin 2 ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ അതിന്റെ ആവറേജ് വാല്യൂ എടുത്താലും എന്ത് തന്നെയാണ്? 0 ആണ്. സോ ദ ആവറേജ് പവർ സപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ ഓവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത് വാട്ട്ലെസ് കറണ്ട്. ഓക്കെ, വാട്ട്ലെസ് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേടാ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്മറി പാർട്ടിലോട്ട് നമ്മൾ പോവാണ്. സോ ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. അതിനുശേഷം നമ്മൾ V റെപ്രസെന്റ് ചെയ്തു, VM sin ഒമേഗ ടി. ദെൻ അതിനുശേഷം നമ്മുടെ കറണ്ട്, ഓക്കെ, കറണ്ട് എങ്ങനെയാ വരിക? IM sin ഒമേഗ ടി മൈനസ് π/2, അല്ലെങ്കിൽ നമുക്ക് കോസിന്റെ ടേംസിൽ എഴുതിയാലും കുഴപ്പമില്ല. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ്? യെസ്, ഈ IM പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഒമേഗ L എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമ്മൾ പവർ ആവറേജ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ്? യെസ്, ആവറേജ് വാല്യൂ ഓഫ് sin 2 ഒമേഗ ടി, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് കോസ് ഒമേഗ ടി, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് സൈൻ ഒമേഗ ടി, ഇതിന്റെ എല്ലാം വാല്യൂ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. അങ്ങനെ വാല്യൂ 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതിവിടെ ആവറേജ് എടുക്കുമ്പോൾ ആ വാല്യൂ 0 ആയിട്ട് പോകും. ഓക്കെ അല്ലേ? ആൻഡ് നമ്മൾ ഈ ഒരു രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി V ലീഡ് ചെയ്യുന്നു, അതുപോലെ I എന്താണ്? ലാഗ് ചെയ്യുന്നു ഫോർ π/2 ആംഗിൾ അല്ലെ? അവിടുത്തെ ഫേസ് ഡിഫറൻസ് π/2 ആണ്. അപ്പൊ π/2 ലാഗ് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ പറയേണ്ടത്? ഇനി നമ്മൾ നമ്മുടെ VI ഗ്രാഫ് ആണ് പറഞ്ഞത് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു I. അവിടെ എന്താണ്? യെസ്, ഇപ്പം V ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, രണ്ടും സൈൻ വേവ് ആണ് അല്ലെ. V ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ π/2 കഴിഞ്ഞിട്ട് ആര് സ്റ്റാർട്ട് ചെയ്യുള്ളൂ? നമ്മുടെ I സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ V മാക്സിമം ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? I മിനിമം ആയിരിക്കും. ഓക്കെ അല്ലെ? ഒരു π/2 ചേഞ്ച് ഉണ്ടായിരിക്കും. ഒരു π/2 കഴിഞ്ഞിട്ടേ ആര് തുടങ്ങുള്ളൂ? നമ്മുടെ കറണ്ട് തുടങ്ങത്തുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അതിനുശേഷം നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ചു. ഫേസർ ഡയഗ്രാം വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇഫ് ദിസ് ഇസ് V, ഓക്കെ, ഇവിടെയാണ് ഒമേഗ ടി വരുന്നത്. അപ്പം ഈ വിനെ സംബന്ധിച്ചിടത്തോളം ഒരു
π/2 ആംഗിൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ ലാഗ് ആയിരിക്കും. I എന്ന് പറയുന്നത് വാല്യൂ ചെറുതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. A pure inductor of 25 millihenry is connected to a source of 220 volt. Find the inductive reactance and RMS current in the circuit and the frequency source is 50 Hz. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ω/L ആണ് വാല്യൂ. ഈ ഒമേഗനെ തന്നെ നമുക്ക് പറയാം എന്താണ്, 2π/T അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം 2π ഫ്രീക്വൻസി. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് എഫ് ഇടാം അല്ലേ. യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം, XL = 2πμ × L. ഓക്കെ അല്ലേ. സോ ഇവിടെ ഫ്രീക്വൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇതിലോട്ട് വന്നേ, ഇവിടെ ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നിട്ടുള്ളത്. അതുപോലെ എല്ലിന്റെ വാല്യൂ എനിക്കറിയാം. ഓക്കെ, എല്ലിന്റെ വാല്യൂ എന്താ വരുന്നത്, യെസ് 25 millihenry. അപ്പം ഞാൻ എൽ എടുത്ത് എഴുതി 25 × 10⁻³ Henry. ഓക്കെ അല്ലേ. ഇനി വി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 220 volt. ഓക്കെ, ഇനി നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഫ്രീക്വൻസിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 50 Hz. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണെങ്കിൽ 2π ഈക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, 2πf × L. 2π × L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോറി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 Hz ആണ്. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 × 10⁻³ ആണ്. എത്രയാണോ കിട്ടുന്നത് അത് ഇതിന്റെ ആംഗിൾ വരുന്നത് ഓം ആണ്. നമ്മൾ പറഞ്ഞ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്തു, 7.8 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തതാണ് RMS വാല്യൂ പറഞ്ഞിട്ടുള്ളത്. RMS വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, I = V/XL അല്ലെ. ഇതെന്താണ്, ഇത് പീക്ക് വോൾട്ടേജ് അല്ലെ. സോ ഡിവൈഡഡ് ബൈ ദിസ് വൺ. സോ ഇവിടെ സോറി, ഇത് RMS ആണ്. സോ ഇവിടെ നമുക്ക് 220 അറിയാം. XLന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി, യെസ് RMS കറണ്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടി 28 ആംപിയർ. യൂണിറ്റ് നമ്മൾ എന്തായാലും എഴുതിയേ പറ്റത്തുള്ളൂ കേട്ടോ. യൂണിറ്റ് എഴുതാനായിട്ട് ആരും മറക്കരുത്, കൃത്യമായിട്ട് എഴുതിയിരിക്കണം കേട്ടല്ലോ. യെസ്, ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കപ്പാസിറ്റർ ആണ്. സോ കപ്പാസിറ്ററിന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഓൾറെഡി നിങ്ങളിപ്പോൾ ഒരു 1 hour ഈ ഇതേ ലെക്ചേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ NCERT ആണ് വായിക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. സോ നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കപ്പാസിറ്റർ തൊട്ട് കാണാം. ആരും പേടിക്കേണ്ട, ഇത് ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് സെഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. കണ്ടിന്യൂസ് സെഷൻസ് ഉണ്ടായിരിക്കും. സോ ആരും അതുകൊണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമ്മൾ ഇനി ഈസി ആയിട്ട് വളരെ ക്വിക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ബാക്കി ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാം. ബിഫോർ ദാറ്റ് ആരെങ്കിലും ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിനേക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ നല്ലതാണെന്ന് പറയാനും, ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാനും നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഉണ്ട്. സോ ആ കമന്റ് ബോക്സ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യണം. കമന്റ് ബോക്സ് ഇസ് യുവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ഓക്കെ, അവിടെ അതിന്റെ പരിധി നിർണ്ണയിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും NCERT ലൈൻ ബൈ ലൈൻ സെഷൻസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്ത് തന്നാൽ മതി. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ആകെ വേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പറയാ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് തരുന്നതായിരിക്കും കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.